നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട ചാമ്പ്യൻസ് ലീഗ് അല്ല 2024-25 സീസൺ മുതൽ യുവേഫ അതിൻ്റെ ഫോർമാറ്റിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നല്ലോ. 32 ടീമുകൾ 4 ടീമുകൾ അടങ്ങുന്ന 8 ഗ്രൂപ്പുകളിലായി തിരിച്ച് പ്രാഥമിക റൗണ്ട്. അതിൽ അവർ പരസ്പരം 2 തവണ ഏറ്റുമുട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കാര്യങ്ങൾ. പിന്നെ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. ഈ രീതി ഇനിയില്ല. മറിച്ച് ഗ്രൂപ്പ് സ്റ്റേജിന് പകരം ഒറ്റ ലീഗാണ്. 36 ടീമുകളുണ്ടാവും. 36 ടീമുകൾ ഉണ്ടാവുന്ന ഒരു ലീഗ്. ആ ലീഗിൽ ഓരോ ടീമും 8 ടീമുകളോട് ലീഗ് ഫേസിൽ കളിക്കും. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല, പകരം ലീഗ് ഫേസ് ആണ്. ലീഗ് ഫേസിൽ ഓരോ ടീമും 8 എതിരാളികളോട് കളിക്കും. അതൊരു ടീമിനോട് 2 വട്ടം ഏറ്റുമുട്ടുന്നില്ല, ഒറ്റ തവണയേ ഏറ്റുമുട്ടുന്നുള്ളൂ. അതിൽ 4 എണ്ണം ഹോം ഗ്രൗണ്ടിലും 4 എണ്ണം എവേ ഗ്രൗണ്ടിലുമായിരിക്കും മത്സരങ്ങൾ. അങ്ങനെ അതിൽ നിന്ന് ആദ്യ 8 സ്ഥാനത്തെത്തുന്നവർ റൗണ്ട് ഓഫ് 16ലേക്ക് നേരെ എത്തും. എന്നാൽ 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ള ടീമുകൾ പരസ്പരം ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടുകയും അതിൽ നിന്ന് വിജയിക്കുന്നവരായിരിക്കും പിന്നെ റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടുകയും ചെയ്യുക. അവിടെ നിന്ന് പിന്നെ സാധാരണ പോലെ റൗണ്ട് ഓഫ് 16 ഉണ്ടാവും, ക്വാർട്ടർ ഫൈനൽ ഉണ്ടാവും, സെമി ഫൈനൽ ഉണ്ടാവും, ഫൈനൽ ഉണ്ടാവും. ഇതാണ് രീതി. നിങ്ങൾക്കത് ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി നമ്മളൊരു ചിത്രം വെച്ച്, സ്ക്രീനിലൊരു ചിത്രം കാണിക്കുന്ന ഒരു ഗ്രാഫിക്സ് കാണിക്കുന്നുണ്ട്. അത് വെച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. കറൻലി, അതായത് കഴിഞ്ഞ സീസൺ വരെ, കറൻലി എന്ന് പറയേണ്ട, കഴിഞ്ഞ സീസൺ വരെ 32 ടീമുകൾ 8 ഗ്രൂപ്പുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. 36 ടീമുകളുള്ള സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിംഗിൾ ലീഗ് ഫേസ് ആണുള്ളത്. അതിൽ എല്ലാ ടീമുകളും 8 എതിരാളികളോട് കളിക്കും. അതാരൊക്കെയാണ്, ഏതൊക്കെ 8 ടീമുകളോടാണ് ഓരോ ടീമും കളിക്കേണ്ടത് എന്നുള്ളത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. അപ്പോൾ 8 മത്സരങ്ങൾ, അതാണ് നമ്മൾ ആദ്യം ആ ചിത്രത്തിൻ്റെ ആദ്യം കാണിക്കുന്ന 36 ഡോട്ടുകൾ നമ്മളൊരു ചതുരത്തിലിട്ടിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ 8 ഓപ്പണൻസിനോട് ഓരോ ടീമും കളിക്കും. അതിൽ 4 മത്സരങ്ങൾ ഹോം മത്സരങ്ങളും 4 മത്സരങ്ങൾ എവേ മത്സരങ്ങളുമായിരിക്കും. സാധാരണ പോലെ തന്നെ വിജയിച്ചാൽ ഒരു ടീമിന് 3 പോയിന്റും സമനിലയായാൽ 1 പോയിന്റും ലഭിക്കുന്ന രൂപത്തിൽ പോയിന്റ് ഇടും. 36 ടീമുകൾക്കും പോയിന്റ് ഇടും. അപ്പോൾ ആ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 8 സ്ഥാനക്കാർ, ടോപ്പ് 8 ടീംസ് ക്വാളിഫൈ ടു റൗണ്ട് ഓഫ് 16. അതാണ് നമ്മൾ ഈ ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ടോപ്പ് 8 ടീംസ് നേരിട്ട് ക്വാളിഫൈ ചെയ്യും. മറുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടീംസ് ഫിനിഷിംഗ് 9th to 24th will enter പ്ലേ ഓഫ് റൗണ്ട് ഫോർ 8 റിമൈനിങ് പ്ലേസസ്. അപ്പോൾ റൗണ്ട് ഓഫ് 16ലേക്ക് എത്തുക ആദ്യ 8 സ്ഥാനത്തുള്ളവർ നേരിട്ടും 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ള 16 ടീമുകൾ പരസ്പരം ഒരു നോക്കൗട്ട് ഫേസ് കളിക്കും. ആ നോക്കൗട്ട് ഫേസിൽ വിജയിക്കുന്നവരായിരിക്കും പിന്നെ റൗണ്ട് ഓഫ് 16ലേക്ക് വരിക. അതാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ 24 മുതൽ 36 വരെയുള്ളവരും അവർ എലിമിനേറ്റഡ് ആയി, അവർ പുറത്തായി. ഇനി സാധാരണ പോലെ തന്നെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ നടക്കും ഈ ടീമുകൾ തമ്മിൽ. അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ നടക്കും, സെമി ഫൈനൽ നടക്കും. ഇതെല്ലാം 2 ലെഗ്സ് ആണ്. അതായത് ലാസ്റ്റ് 16, അതായത് റൗണ്ട് ഓഫ് 16ഉം ക്വാർട്ടർ ഫൈനൽസും സെമി ഫൈനൽസും 2 ലെഗ്സ് മത്സരങ്ങളായിരിക്കും ഇപ്പോൾ ഉള്ള പോലെ തന്നെ. അതിനുശേഷം ഫൈനൽ മത്സരവും നടക്കും. സാധാരണ പോലെ ബുധൻ, വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ, അതായത് മിഡ് വീക്കിൽ ചൊവ്വ, ബുധൻ ഇതാണ് ഉണ്ടാവാറുള്ളത്. അതോ ബുധൻ, വ്യാഴം നമുക്കിവിടെ സമയം മാറുമ്പോൾ, അതായത് ഇന്ത്യയിൽ 12:30 ശേഷമാകുമ്പോൾ അങ്ങനെ വരും. അപ്പം അതുപോലെ തന്നെയായിരിക്കും സെമി ഫൈനൽ വരെ മത്സരങ്ങൾ നടക്കുക. പിന്നെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ സാറ്റർഡേയിലായിരിക്കും ഫൈനൽ നടക്കുക എന്നുകൂടി ഇപ്പോൾ യുവേഫ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതാണ് ഇനിയുള്ള ചാമ്പ്യൻസ് ലീഗിൻ്റെ രീതി. അപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ വമ്പൻ ടീമുകൾ തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഏറ്റുമുട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് അല്ല, ലീഗ് ഫേസ്. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് ഉണ്ടായിരുന്ന കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ചില ടീമുകൾ വളരെ ആധിപത്യമുള്ളവരായിരിക്കും. അവർ ആദ്യത്തെ 3-4 മത്സരങ്ങൾ അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ 2 കളിക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാം. ഇവിടെ അങ്ങനെയല്ല. 36 ടീമുകൾ ഒറ്റ ലീഗ് ഫേസ് ആയതുകൊണ്ട്
ഒരു കളി തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സ്ഥാനങ്ങളിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഓരോ കളിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ എന്ന് തുടങ്ങും എന്നുള്ളത് ആരാധകരെന്തായാലും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് വരണം. ആ നറുക്കെടുപ്പ് ഈ മാസം അവസാനത്തോടു കൂടി ഉണ്ടാകും എന്നാണ് യുവേഫ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന സ്പോട്ടുകൾ ഫില്ല് ചെയ്യാനുള്ള ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും നറുക്കെടുപ്പ് ഇതാ നമ്മുടെ തൊട്ടടുത്തേക്ക് എത്തുകയാണ്. ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇപ്പോൾ ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങൾ ജൂലൈ മാസത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് ഓഫ് ക്വാളിഫയിങ് മത്സരങ്ങളും ജൂലൈയിൽ തന്നെ കഴിഞ്ഞു. തേർഡ് റൗണ്ട് ഇതാ ഇന്ന് മുതൽ നടക്കുകയാണ്. പിന്നെ അതിലെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഓഗസ്റ്റ് 20, 21, 27, 28 തീയതികളിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ നറുക്കെടുപ്പാണ്, ഫൈനൽ നറുക്കെടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് മത്സരങ്ങൾ ആരംഭിക്കും. ആദ്യ മാച്ച് ഡേ വരുന്നത് സെപ്റ്റംബർ 17, 19 അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടുത്ത മാസം ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുകയായി. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.